90കളുടെ കാലഘട്ടങ്ങളിൽ 90s കിഡ്സിൽ കാണാൻ അധികം ഷോകളൊന്നും ഉണ്ടായിരുന്നില്ല. ദൂരദർശനിൽ കാണുന്ന ചില ഷോകൾ മാത്രം. മഹാഭാരതവും സച്ചിൻ്റെ ക്രിക്കറ്റും എല്ലാം കണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരുന്ന ഒരു ഷോ ആയിരുന്നു ശക്തിമാൻ എന്ന സൂപ്പർ ഹീറോ. എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായ ഈ സൂപ്പർ ഹീറോ അന്നൊരു തരംഗമായി മാറുകയായിരുന്നു. അപകടങ്ങളിൽപ്പെട്ടാൽ ശക്തിമാൻ ഓടി വന്ന് രക്ഷിക്കുമെന്ന് കരുതുന്ന കുട്ടികൾ വരെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നത്. എന്നെപ്പോലെയുള്ള ശക്തിമാൻ ഫാൻസിന് അധികം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റാർ വാർസിനെ കുറിച്ചോ മാർവൽ വേൾഡിനെ കുറിച്ചോ DC കുറിച്ചോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. അവയെല്ലാം കോപ്പി അടിച്ചുകൊണ്ടാണ് ശക്തിമാൻ എന്ന സീരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാമ്യമുള്ള സൂപ്പർമാനിൽ നിന്ന് തുടങ്ങാം. സൂപ്പർമാൻ്റെ എല്ലാ പവറുകളും, സൂപ്പർ എനർജി, സൂപ്പർ സ്പീഡ്, ടെലിപ്പതി, സ്പേസിൽ ട്രാവൽ ചെയ്യാനുള്ള കഴിവ് എല്ലാം തന്നെ ശക്തിമാനിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മണ്ടനായ രണ്ടാമതൊരു കഥാപാത്രമായി മാറി ജീവിക്കുന്നതെന്ന് കാണാം. ഗംഗാധർ എന്ന കഥാപാത്രവും ഒരു ന്യൂസ് റിപ്പോർട്ടറായ ഗേൾഫ്രണ്ടിനെയും രണ്ടിലും ഒരുപോലെ കാണാവുന്ന ഒന്നാണ്. രണ്ടുപേർക്കും ഒരു പ്രത്യേക കല്ലിലെടുത്തെത്തുമ്പോൾ ശക്തി നഷ്ടപ്പെടുന്നതായി കാണാം. സൂപ്പർമാനിൽ ക്രിപ്റ്റോനൈറ്റ് ആണെങ്കിൽ ശക്തിമാനിൽ അത് പാപ്പുഞ്ചാണ്. അതുപോലെ ശക്തിമാന്റെ കോസ്റ്റ്യൂമിന്റെ കളർ എന്ന് പറയുന്നത് ഫ്ലാഷിൽ നിന്നും ഇൻസ്പയർ ചെയ്തതാവാം. സൂപ്പർമാന്റെ നെഞ്ചത്തുള്ള S എന്ന ലോഗോ ശക്തിമാന്റെ കോസ്റ്റ്യൂമിലും നെഞ്ചത്ത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്തതായി കാണാം. What's the S stand for? It's not an S. On my world it means hope. ശക്തിമാനിൽ സൂര്യാംശുകളുടെ ആസ്ഥാനമായ ഹിമാലയത്തിലെ സ്ഥലങ്ങളെല്ലാം തന്നെ സൂപ്പർമാനിലെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ കോപ്പിയടിയാണ്. പ്രശസ്തയായ ഒരു റിപ്പോർട്ടറും ഈ ശക്തികളെക്കുറിച്ച് പഠിക്കുന്ന ആളും സൂപ്പർ ഹീറോന്റെ ഹീറോയിനുമായി വരുന്ന ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. ഞാൻ പറയുന്നത് ആലിസ് വെസ്റ്റിനെ കുറിച്ചോ ലൂയിസ് ലെനെ കുറിച്ചോ അല്ല, നമ്മുടെ സ്വന്തം ഗീത വിശ്വാസിനെ കുറിച്ചാണ്. ശക്തിമാന്റെ ഗേൾഫ്രണ്ടായ ഈ കഥാപാത്രം ഒരിക്കൽ ശക്തിമാനെ കാണാതിരിക്കുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് ശക്തിമാൻ വന്ന് രക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. അക്കാലത്ത് തന്നെ ഒരുപാട് ഫെമിനിസ്റ്റ് ചിന്തകൾ കൊണ്ടുവന്നതായി കാണാം. ശക്തിമാന്റെ പ്രധാന എതിരാളിയായ കഥാപാത്രം അന്ധകാരം ഡാർക്ക് സൈഡിൽ നിന്നും ടാക്സീഡിയസിൽ നിന്നും ഉത്ഭവം കൊണ്ടതാണ്. ഈ ഡയലോഗ് പോലും ഡാർക്ക് സൈഡിന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അന്ധകാരം പരക്കട്ടെ എന്ന് പറയുന്ന ഈ സംഭവം DC കോമിക്സിലെ ആന്റി ലൈഫ് ഇക്വേഷനിൽ നിന്നുമാണ് കോപ്പി അടിച്ചിട്ടുള്ളത്. ഡോക്ടർ ജാക്കോളിനെ കോപ്പി അടിച്ചിരിക്കുന്നത് DCയിലെ ഹ്യൂഗോ സ്ട്രേഞ്ചിൽ നിന്നുമാണെന്ന് പലരും പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ലെക്സ് ലൂഥറിൽ നിന്നും കോപ്പി അടിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തിമാനെ എതിർക്കാനായി പല സങ്കേതങ്ങളും കണ്ടെത്തുന്നതായി കാണാം. അതുപോലെ തന്നെ ശക്തിമാനെ പോലെ തന്നെ ഒരു സൂപ്പർ പവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും കാണാം. ഡോക്ടർ ജാക്കോൾ സുനന്ദ എന്നൊരു സൂപ്പർ വുമണിനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് സൂപ്പർമാനിലെ സൂപ്പർ ബോയിൽ നിന്നും കോപ്പി അടിച്ചിട്ടുണ്ട്. ഡോക്ടർ ജാക്കോൾ ശക്തിമാൻ അതുപോലെ തന്നെ ഒരു ക്ലോണിനെ ഉണ്ടാക്കുന്നതായിട്ട് ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം സൂപ്പർമാൻ 4-ലെ ഒരു ന്യൂക്ലിയർ മാൻ്റെ കഥ. അതുപോലെ ഒരു ന്യൂക്ലിയർ മാനെ പോലെ തന്നെയാണ് ശക്തിമാനിലെ ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന ലൈറ്റ് മാൻ്റെ കഥാപാത്രം. आखिर द ग्रेट शैतान साइंटिस्ट डॉक्टर जैकल ने शक्तिमान को काबू कर ही लिया. സൂര്യാംശിസ് എന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ എക്സ്മാനിൽ നിന്നും അതുപോലെ തന്നെ കോപ്പി അടിച്ചതാണ്. അഭിമന്യു എന്ന കഥാപാത്രം സ്ട്രോമിനെ പോലെ കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണുള്ളത്. ശിശിർ എന്ന കഥാപാത്രം ജീൻ ഗ്രേനെ പോലെ നിയന്ത്രിക്കാൻ കഴിയുന്ന കഴിവാണുള്ളത്. വിദ്യുതിന് സൈക്ലോപ്സിനെ പോലെയാണ് കഴിവുള്ളത്. സഞ്ജീവ് എന്ന കഥാപാത്രമാണ് ഡോക്ടർ ചാൾസ് സേവിയർ. ഒരു സെറിബ്രോ പോലെ തന്നെയുള്ള ഒരു മെഷീൻ സെറ്റ് ചെയ്തതായി കാണിക്കുന്നുണ്ട്. വളരെ മോശപ്പെട്ട ഒരു CGI-ലാണ് കാണിക്കുന്നത്. അവർക്ക് സ്വന്തമായി അവരുടെ എക്സ് ജെറ്റ് ഉണ്ട്. അതുപോലെ ആകാംക്ഷ എന്ന് പറയുന്ന കഥാപാത്രം റോക്കിൽ നിന്നുമാണ് കോപ്പി അടിച്ചിരിക്കുന്നത്. 1999-ലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു മമ്മി. ദ മമ്മിയിൽ നിന്നും കോപ്പി അടിച്ച ചില സീനുകൾ ചില എപ്പിസോഡിൽ ശക്തിമാനിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഘം ഒരു ഗുഹയിലേക്ക് പോകുന്നതും അവിടെ വെച്ചുകൊണ്ട് ഒരു മമ്മി ആക്ടിവേറ്റ് ആവുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ശക്തിമാൻ വന്ന് അതിനെ തോൽപ്പിക്കുന്നിടത്താണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. സ്റ്റാർ വാർസിൽ നിന്നും കുറേ സംഭവങ്ങളും ശക്തിമാനിൽ കോപ്പി അടിച്ചതായി കാണാം. ഡോക്ടർ ജാക്കോളിൻ്റെ സ്പേസ് ഷിപ്പ് ഉണ്ട്, ഉപയോഗിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റാർ വാർസിനെ അതുപോലെ തന്നെ കോപ്പി അടിച്ചുകൊണ്ട് ആര്യമാൻ എന്നൊരു സീരിയലും ദൂരദർശനിലുണ്ടായിരുന്നു. സ്റ്റാർ വാർസിൽ നിന്നും കോപ്പി അടിച്ചിരിക്കുന്നത് ആ ലൈറ്റ് സാബറാണ്. സ്റ്റാർ വാർസിന്റെ ഐക്കോണിക് വെപ്പണായ ലൈറ്റ് സാബർ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ടുപേരെ കാണിക്കുന്നുണ്ട്, മഹാഗുരുവിനെയും കിൽവിഷിനെയും.
സ്റ്റാർ വാർസിലെ പല ഏലിയൻസിനെയും നമുക്ക് ശക്തിമാനിൽ കാണാം. പഴയ കാലത്തായതുകൊണ്ട് തന്നെ അതൊരു മേക്കപ്പ് ദുരന്തമായി തന്നെ കാണാവുന്നതാണ്. മെൻ ഇൻ ബ്ലാക്കിലെ പോലെയുള്ള ചില രംഗങ്ങൾ അതിൽ കാണാവുന്നതാണ്. സാഹബ് എന്ന ഒരു മാഫിയ കിങ്ങിനെയും അത് ചുറ്റിപ്പറ്റിയുള്ള കഥയുമുണ്ട്. അതുപോലെ തന്നെ അവർ മഹാഗുരുവിനെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ടുള്ള കഥയും കാണിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് കാറ്റ് വുമൺ. ശക്തിമാനിൽ നമുക്ക് ഈ കഥാപാത്രത്തെ കാണാൻ കഴിയുന്നതാണ്. ബില്ലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ കഥാപാത്രം പൂച്ചയിൽ നിന്നും പിന്നീട് മനുഷ്യ സ്ത്രീയായി മാറുന്നത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അവസാനത്തിൽ ശക്തിമാൻ ഈ സ്ത്രീയെ ഒരു അമ്പലത്തിലെത്തിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. DC-യുടെ ടോയ്മാൻ എന്ന കഥാപാത്രത്തെ പേര് പോലും മാറ്റാതെയാണ് ശക്തിമാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. DC കോമിക്സിലെ ഒരു വില്ലനായിരുന്നു. സൂപ്പർമാൻ്റെ എനിമിയായിട്ട് പലയിടത്തും കാണിച്ചിട്ടുണ്ട്. ശക്തിമാനിലെ ഇലക്ട്രിക് മാൻ എന്ന കഥാപാത്രവും സൂപ്പർമാനിലെ ലൈവയർ എന്ന കഥാപാത്രത്തിൽ നിന്നും കോപ്പി അടിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. DC-യിലെ പാരസൈറ്റിനെ ഒരു ദുരന്ത CGI ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊന്നായിരുന്നു കമീലിയൻ എന്ന കഥാപാത്രത്തെയും ഉപയോഗിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ശക്തിമാൻ ഇന്ന് കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം അതിനുപയോഗിച്ചിരിക്കുന്ന മേക്കപ്പും VFX ഒക്കെ വളരെ കോമഡി ആയിട്ടാണ് തോന്നുക. അതുപോലെ തന്നെ അതിൻ്റെ പ്ലോട്ടും. പക്ഷേ ശക്തിമാൻ ഇന്നും നമ്മെ കുട്ടിക്കാലത്തെ ആ നൊസ്റ്റാൾജിയയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:30 ശേഷം CRT TV-യുടെ മുമ്പിലിരുന്ന് ശക്തിമാൻ്റെ എപ്പിസോഡിനായി കാത്തിരുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. എന്നെപ്പോലെ ശക്തിമാൻ ഇത്രയും സ്നേഹിച്ചിട്ടുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നേ പറയാൻ കഴിയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിക്കൊണ്ട് കൂടുതൽ വീഡിയോസ് ലഭ്യമാക്കാൻ ശ്രമിക്കുക.